വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങൾ അധ്യായങ്ങളുടെ ആമുഖം. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ സൂക്തങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതങ്ങൾ. ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ എന്ന വാക്കുകൾ കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഇതിലെ ചില ശേഖരങ്ങൾക്ക് സോളമൻ്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. യുവാക്കളെയും അനുഭവജ്ഞാനം കുറഞ്ഞവരെയും പ്രത്യേകം മുൻപിൽ കണ്ടുകൊണ്ടാണ് താൻ എഴുതുന്നതെന്ന് ഗ്രന്ഥകാരൻ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എപ്രകാരം വർത്തിക്കണമെന്ന് ഇസ്രായേലിലെ ഗുരുഭൂതന്മാർക്കുള്ള വീക്ഷണം വ്യക്തമായി കാണാം. മതതലത്തിൽ മാത്രമല്ല, സമൂഹത്തിലും കുടുംബത്തിലും സമചിത്തതയോടെ വർത്തിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. എളിമ, ക്ഷമ, ദരിദ്രരോട് ബഹുമാനം, സ്നേഹിതർ തമ്മിൽ വിശ്വസ്തത, ഭാര്യ-ഭർത്തൃബന്ധം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. വിജ്ഞനും ഭോഷനും തമ്മിലുള്ള അന്തരം പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഹ്രസ്വവും ഹൃദയത്തിൽ തുളച്ചു കയറുന്നതുമായ ജ്ഞാനോക്തികൾ എളുപ്പത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിലായിരിക്കണം ഗ്രന്ഥത്തിന് അവസാന രൂപം നൽകിയത്. ആശയങ്ങൾക്കനുസരിച്ച് പ്രത്യേക ക്രമീകരണമൊന്നും കൂടാതെ ജ്ഞാനസൂക്തികൾ ഒന്നിച്ച് ചേർത്തിരിക്കുന്നു. എങ്കിലും താഴെ പറയും വിധം ഗ്രന്ഥത്തെ വിഭജിക്കാറുണ്ട്. ഒന്നാമതായി ജ്ഞാനകീർത്തനം, രണ്ടാമതായി സോളമൻ്റെ സുഭാഷിതങ്ങൾ, മൂന്നാമതായി ആഗൂറിൻ്റെ വാക്കുകൾ, നാലാമതായി വിവിധ സൂക്തങ്ങൾ. ഇതാണ് വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങൾ അധ്യായങ്ങളുടെ ആമുഖം. ദൈവത്തിന് നന്ദി.